ഓരോ ജന്മവും ജന്മാവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവകാശികൾ നിഷേധിക്കുന്നിടത്ത് ജന്മാവകാശത്തിനായുള്ള സമരകാഹളത്തിന്റെ ദീപനാളങ്ങൾ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഒരു കഥ പറഞ്ഞു തരാവോ? ഓ, അങ്ങനെയാവാം. പണ്ട് പാടലീപുത്രം എന്ന് പറയുന്ന രാജ്യത്ത് മഹാവീരൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറെ കാലം കഴിഞ്ഞപ്പോ രാജസുഖത്തിലൊക്കെ മടുപ്പ് തോന്നി. ആത്മജ്ഞാനം നേടണമെന്നൊരാഗ്രഹം ഉണ്ടായി. അദ്ദേഹം കുതിരപ്പുറത്ത് കയറി ഒരു ഗുരുശ്രേഷ്ഠനെ അന്വേഷിച്ച് യാത്രയായി. അപ്പോ അതിനു മുൻപ് ഭരണം പുത്രനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്ത് കുറേ അങ്ങനെ പോയപ്പോ ഒരു വനത്തിൽ കൃതകർമാവ് എന്നൊരു മുനിശ്രേഷ്ഠനെ കണ്ടെത്തി. കൃതകർമാവ് അമ്പലത്തിലെ വെളിച്ചപ്പാടിനെ പോലെയാണോ മുത്തശ്ശ? അതിനേക്കാളൊക്കെ വലിയ തേജസ്വിയായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പി ഇരുന്നു കൊണ്ട് രാജാവ് പറഞ്ഞു, എന്നെ ശിഷ്യനായി സ്വീകരിക്കണം. അമ്മാവ, എന്നിട്ട് അദ്ദേഹത്തെ ശിഷ്യനാക്കിയോ? പറയണേക്കൂ, തിരക്കൂട്ടരുത്, കേട്ടോളൂ. അദ്ദേഹം ചോദിച്ചു, അങ്ങ് രാജ്യം ഭരിക്കേണ്ട ആളല്ലേ, എന്തുകൊണ്ടാണ് എന്റെ ശിഷ്യനായി തീരാൻ ആഗ്രഹിക്കുന്നത്? രാജസുഖത്തിൽ എനിക്ക് മടുപ്പ് തോന്നുന്നു. രാജ്യം ഭരിക്കാൻ പുത്രനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ശത്രുക്കളെ വധിച്ചും രാജഭോഗങ്ങളിൽ സുഖിച്ചും വാഴാൻ എനിക്ക് ആഗ്രഹമില്ലാണ്ടായി. എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്? ഒന്നിലും എനിക്ക് താല്പര്യമില്ലാണ്ടായി. അതുകൊണ്ട് എനിക്ക് ആത്മജ്ഞാനം നേടണം. ആട്ടെ, ആത്മജ്ഞാനം നേടാൻ കൊട്ടാരത്തിൽ തന്നെ സാധിക്കുമല്ലോ, ധ്യാനവും മറ്റും. അവിടെ വലിയ ബഹളമാണ്. അതിനിടയ്ക്ക് എനിക്ക് ധ്യാനിക്കാനൊന്നും പറ്റില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു വനത്തിൽ പോയിരുന്നു ധ്യാനിക്കരുതേ. ഹിംസ്ര ജന്തുക്കളുണ്ട്, അതിനെ ഭയമാണ്. അതുകൊണ്ട് കാട്ടിലും പറ്റില്ല. ശരി, ഞാൻ അങ്ങയെ ശിഷ്യനായി സ്വീകരിക്കാം. പക്ഷേ എനിക്കൊരു ഗുരുദക്ഷിണ വേണം. എന്താണാവോ? ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സാധനം ഗുരുദക്ഷിണയായി എനിക്ക് തരണം. അങ്ങനെയാവാം. രാജാവ് കുറേ ദൂരം ചെന്നപ്പോ വല്ലാത്തൊരു ദുർഗന്ധം. നോക്കിയപ്പോ മനുഷ്യന്റെ മലം കിടക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വൃത്തികെട്ട വസ്തു എന്ന് തീരുമാനിച്ചുകൊണ്ട് അതൊരിലയിൽ കോരിയെടുത്ത് അദ്ദേഹം യാത്രയായി. അതുമായി കുറേ ദൂരം ചെന്നപ്പോൾ വല്ലാത്തൊരു നാറ്റം. നോക്കിയപ്പോ എന്താ, ഒരു മൂഷികൻ ചത്ത് ചീഞ്ഞ് പുഴുവരിച്ചു കിടക്കുന്നു. അദ്ദേഹം തീരുമാനിച്ചു, ഇതാണ് ഏറ്റവും വൃത്തികെട്ട സാധനം. മലമുപേക്ഷിച്ച് ആ ചത്ത് ചീഞ്ഞ മൂഷികനെയും എടുത്തുകൊണ്ട് അദ്ദേഹം യാത്രയായി. അങ്ങനെ നടന്ന് 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 ഒരു പട്ടണത്തിൽ എത്തിച്ചേർന്നു. വല്ലാത്ത തളർച്ച. ഇത്തിരി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ദാഹവും കലശലായി. അദ്ദേഹം അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്നു. അല്പം വെള്ളവും ഭക്ഷിക്കാൻ എന്തെങ്കിലും തരാമോന്ന് ചോദിച്ചു. അവര് കൊടുത്താവോ? കൊടുത്തു. ഒരാപ്പിളും കുറച്ച് വെള്ളവും കൊടുത്തു. വെള്ളം കുടിച്ചതിന് ശേഷം ആ ആപ്പിൾ അദ്ദേഹം കടിച്ച് അങ്ങോട്ട് ചവയ്ക്കാൻ തുടങ്ങിയപ്പോ ആ ആപ്പിള് തന്നോട് സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ആപ്പിള് സംസാരിക്കോ? അങ്ങനെ അദ്ദേഹത്തിന് തോന്നി. രാജാവേ, അങ്ങ് കടിക്കുന്നതിന് മുമ്പ് ഞാൻ എത്ര സുന്ദരമായിരുന്നു, എത്ര മനോഹരമായിരുന്നു. അങ്ങ് കടിച്ചപ്പോ ഞാൻ വിരൂപവും വികലവുമായി തീർന്നു. ഇത് കേട്ടപ്പോ രാജാവിന് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി. ആത്മജ്ഞാനത്തിനുള്ള ഒരു വെളിച്ചം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. പിന്നെ അവിടെ നിന്നില്ല.
എല്ലാം ഉപേക്ഷിച്ച് ആ സന്യാസി വര്യന്റെ അടുക്കലേക്ക് അദ്ദേഹം നടന്നു. വേഗമാണ് നടക്കണത്. നടന്ന് 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 അദ്ദേഹത്തിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മുട്ടുകുത്തി ഇരുന്നുകൊണ്ട് പറഞ്ഞു, മഹാമനെ, ഞാൻ ഏറ്റവും വൃത്തികെട്ട സാധനം അങ്ങേക്കിതാ സമർപ്പിക്കുന്നു. എവിടെ? അദ്ദേഹം നോക്കി. ദാ, ഏറ്റവും വൃത്തികെട്ട സാധനം ഞാൻ തന്നെയാണ്. എന്നെ സ്വീകരിച്ചാലും. ആ മഹർഷി പറഞ്ഞു, അങ്ങയ്ക്ക് ആത്മജ്ഞാനത്തിനുള്ള വഴി തുറന്നിരിക്കുന്നു. മനുഷ്യനാണ് ഈ മനോഹരമായ ലോകത്തെ മുഴുവൻ വൃത്തികേടാക്കുന്നത്. സുന്ദരമായ വസ്തുക്കൾ അന്വേഷിച്ച് നടക്കുകയാണ്. മനോഹരമായ പൂക്കൾ മുഴുവൻ ഇറുത്തെടുക്കുകയാണ്. മനോഹരമായ സംഗീതത്തിന്റെ പിറകെ പോകുന്നു. മധുരമുള്ള സ്വാദിഷ്ടമായ ഭക്ഷണത്തിന്റെ പിറകെ പോകും. പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങനെ സുഖത്തിന് വേണ്ടി അലയുകയാണ്. എന്നാൽ നമ്മുടെ മനസ്സിലിരുന്ന് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു മഹാജ്യോതിസ് പ്രകാശിക്കുന്നുണ്ട്. ഉത്തരേതാത്മനാത്മാനം നാൽപ്പാനം അവസാദയിൽ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മന. എന്താണാവോ അതിന്റെ അർത്ഥം? പറയാം. അവനവനെ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരണം. ഒരിക്കലും അവനവനെ താഴ്ത്തിക്കെട്ടരുത്. നമ്മുടെ ബന്ധുവും നമ്മളുടെ ശത്രുവും നാം തന്നെയാണ്. അതാണ് ഇതിന്റെ അർത്ഥം. ഇന്ന് ഇത്രയും മതി. ഇനി എല്ലാവരും പോയി കുളിച്ച് നാമം ജപിക്കും. ആരുമില്ലേ ഇവിടെ? ആരാ? അച്ഛനൊന്ന് വിളിക്കുകയോ? ഒരു കമ്പിയുണ്ട്. അച്ഛൻ പറമ്പിലാ, ഇപ്പൊ വിളിക്കാട്ടോ. വേഗമാകട്ടെ, ധൃതിയുണ്ട്. ആ, പലയിടത്ത് കത്തും മണി ഓർഡറും കൊടുക്കുവാനുണ്ട്. അവിടെ കേറി ഇരിക്കി, ഇപ്പൊ വിളിക്കാട്ടോ. ആ ശരി. അച്ഛാ, 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 കത്തുമായി ഒരാൾ വന്നിരിക്കുന്നു. കുഞ്ഞൂട്ടന്റെ കത്താവും. മാളൂട്ടിക്ക് വാങ്ങിക്കായിരുന്നില്ലേ? കത്തല്ല, കമ്പിയാന്നാ പറഞ്ഞേ. അച്ഛൻ ഒപ്പിടണം. എന്റെ ഭഗവതി, ഇനി ചുത്തത്തി വല്ലതും എനിക്ക് ഈ കമ്പി വരികയെന്നൊക്കെ വെച്ചാ ഇനിയിപ്പോ എന്തൊക്കെയാ? എന്റെ നാട് നടക്കുക. എന്താ പറയുമ്പോഴേ? ആ നിങ്ങൾക്ക് ഒരു കമ്പിയുണ്ട്, ഒപ്പിട്ട് വാങ്ങ. ആ വേഗം ഒപ്പിടുവോ. ഇവിടെ ആ അവിടെ തന്നെ. ഇത് ഭരദ്രീസ് എഴുത്താണല്ലോ. ഒന്ന് വായിച്ചേ. യുവർ സൺ ജവാൻ കുഞ്ഞിക്കുട്ടൻ ഹാസ് ബീൻ കിൽഡ് in Himalaya through the war in Indian border, as we feel very sad and disappointed. എന്ന് വെച്ചാ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ വായിക്കുക. നിങ്ങളുടെ മകൻ ജവാൻ കുഞ്ഞിക്കുട്ടൻ ഹിമാലയത്തിൽ വച്ച് ശത്രുരാജ്യത്തിന്റെ യുദ്ധത്തിൽ മരിച്ചു. എന്റെ ചേട്ടാ സമാധാനിക്കൂ. ബാപ്പേ, എന്റെ ബാപ്പേ, എന്താ പറ്റി ബാപ്പേ?
സിദാക്ഷണം പക്ഷ്മസു താടിതാദരാഹ പയോദരോത്സുദേ വിശീർണ ചൂർണിതാ വലീസുതശ്യ സ്ഖലിത പ്രബോധിരേ ചിരേണ നാഭീം പ്രഥമോദബിന്ദവ. അമ്മേ അമ്മേ ഒന്നിങ്ങട് വരിക, ഇങ്ങട് നോക്ക, ഈ മുറ്റം നിറയെ കുരിപ്പുണ്ട്. ഒന്നിങ്ങട് വേഗം വരിക, ഇവള് അടിച്ചു വാരിയ ശരിയാവില്ല. അമ്മേ അമ്മേ കുട്ടൻ വിളിച്ചോ? എന്താ ഇവിടെ? ഇങ്ങട് നോക്ക, ഇവള് അടിച്ചു വാരം നന്നാവണില്ല. ഇനിയും അടിക്കാൻ പറയാ, നിറയെ കുരിപ്പിയ. ഹൈ ചെയ്തില്ലേച്ചാ, ഇന്നത്തെ കഞ്ഞി പാതി കൊടുത്താ മതി കേട്ടോ. ഹൈ എന്താ മാളു ഇത്? കുട്ടൻ പറയണ കേട്ടില്ലാന്നുണ്ടോ? വീണ്ടും അടിക്ക. ഇവിടെ ഇശി പണിണ്ട്, വേഗം ആവണം. നിന്നെ ഞാൻ കാണിച്ചു തരണുണ്ട്, അഹങ്കാരി. എന്താ അത്? കുഞ്ചല അയച്ചിട്ടാണോ പണി ചെയ്യാ? അതെങ്ങനെയാ? എണ്ണയും വയ്ക്കില്ല, അസത്ത്. അത് വാരി കെട്ടിയിട്ട് ഈ പൂജാപാത്രങ്ങൾ ശീഘ്രം ഓറി വെക്കാ. പൂജയ്ക്ക് സമയായി.
എന്താ മാളു മാറിയുന്നേ? ചെറിയമ്പ്രാട്ടി വന്ന കണ്ട് അടിയൻ മാറിയെന്നാ. ഇന്നലെ നിന്റെ ഏട്ടന്റെ പിണ്ടായിരുന്നൂലേ? അറിഞ്ഞൂട്ടോ, കഷ്ടായി. നിനക്ക് ആകെ ഉണ്ടായിരുന്ന കൂടപ്പിറപ്പല്ലേ? എങ്ങനെയാ മരിച്ചേന്നറിയോ? അടിയൻ അറിയില്ല തമ്പുരാട്ടി. യുദ്ധത്തിന് പോയപ്പോൾ അകപ്പെട്ടതാന്നാ കമ്പി വാർത്ത. എത്ര നാളായി ഞാൻ പാപ്പയെ കണ്ടിട്ട്. ഒളിച്ചോടി പട്ടാളത്തിൽ പോയതാ. നാരായണ നാരായണ, ഇനി നിനക്ക് ആരാ ഉള്ളത്? കഷ്ടായില്ലോ. ആ മാളു, നീയാ വിളക്കിലേണ്ട തലയിൽ തേച്ചുവോ? എന്താ നാണി നിനക്കൊന്നും തരില്ലേ? അടിയൻ ആരുമില്ല തമ്പുരാട്ടി. എണ്ണ തേക്കാനും തുണി കൊടുക്കാനും ആര് തരാനാ? അമ്മയും പോയി, പാപ്പയും പോയി. തലമുടി ഒതുങ്ങിയിരിക്കാനിട്ട ആരോടും പറയല്ലേ തമ്പുരാട്ടി. ഞാൻ ആരോടും പറയില്ല. നീ പണി കഴിഞ്ഞ് പോകുമ്പോ അമ്മ കാണാതെ തെക്കിനിയുടെ കിഴക്ക് ഭാഗത്ത് വന്ന നിനക്ക് ഞാനൊരു മുണ്ട് തരാം. അടിയൻ പോകാൻ നേരം വരാ. നാരായണ 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 നാരായണ. നടുവിൽ ഞാൻ നരകത്തിൽ നിന്നെ കരകേറ്റിയിടേണം. തിരുവൈക്കം വാഴും ശിവശംഭോ. ആ മാളു, പൂജയ്ക്ക് നേരായപ്പോഴേക്കും പാത്രെല്ലാം തേച്ചു കൊണ്ടുവന്നൂലോ. നന്നായി. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോ ഇടയ്ക്കിടെ ആറോ പടിയുണ്ട്. എടുത്തോളുവാ.
കാർത്തു, ഇത് അമ്മയുടെ കയ്യിൽ കൊടുക്ക. ഞാൻ പാടത്തുനിന്ന് പോയി വന്നിട്ട് അക്കരെ പോയി പഞ്ചസാരയും ചായപ്പൊടി ഇത്തിരി പുകലയും മേടിച്ചോണ്ട് വരാം. ഹതവിധിലെ സീതാനാം ഈ വിചിത്രോ വിഭാഗഃ. ആരാ അതാ? ചാക്കോ മാപ്പിളി അമ്മേ. ചാക്കോമാപ്പിളി കൊന്നപ്പത്തിൽ എങ്ങോട്ടാ? ആ പാക്കറിന്റെ വൈപ്പ് എവിടെ നാണിയമ്മേ? പാക്കറിന്റെ വൈപ്പേൽ ചാക്കോമാപ്പിളക്ക് എന്നാ കാര്യം? ഈ പത്തലൊന്ന് കുത്താനാ. ഞങ്ങള് വെള്ളം കോരാനും കുളിക്കാനും പുല്ലാന്തറ യാത്രയ്ക്ക് പോണ വഴിയാ. അവിടെ ചാക്കോമാപ്പിളക്ക് എന്നാ കാര്യം? ചാക്കോമാപ്പിളി വേറെ വല്ല പണി നോക്ക്. അത് പറയാ നിങ്ങളാരാ? നിങ്ങൾ പുഴ പോണതും വെള്ളം കുടിക്കുന്നതും കുളിക്കാൻ പോണതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. 3 ചക്രത്തില് പാക്കർദാരുടെ കയ്യിൽ നിന്ന് പണയത്തിനെടുത്താണെങ്കിൽ അവിടെ പത്തൽ കുത്താൻ ചാക്കോയ്ക്കറിയാം. പത്തൽ കുത്താൻ വന്നാണെങ്കിൽ ചാക്കോ കുത്തിയിട്ടേ പോകുള്ളൂ. നേരാണോ ചാക്കോമാപ്പിളെ? അവൻ കാളവലിന്ന് വരട്ടെ. ചാക്കോമാപ്പിള വീട്ടിൽ പോവും. നിങ്ങൾ പാട് നോക്കുകയല്ലേ? ചാക്കോപ്പളെ കുത്താൻ വന്ന കുത്തിയിട്ടേ പോകുള്ളൂ.